അതുപോലെ IT മേളയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ വർക്കല സബ് ജില്ലയിൽ 1ാം സ്ഥാനവും നമ്മുടെ സ്കൂളിനാണ്. അപ്പം മികവുറ്റ പല പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷം ഈ സ്കൂൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ 125 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ 125ാം വാർഷികാഘോഷങ്ങളുടെ വളരെ വിപുലമായ രീതിയിൽ ഘോഷയാത്രയോടുകൂടി തന്നെ സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ്. പരമാവധി നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വൻ വിജയമാക്കി തരുന്ന നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 1900 ആരംഭിച്ച വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ശ്രീനാരായണ ഗുരു ഉദ്ഘാടനം നിർവഹിച്ച് ശ്രീ കൊച്ചുവപ്പ് തരകൻ സ്ഥലം സംഭാവന ചെയ്ത് 125 വർഷം പൂർത്തിയാക്കിയ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ 125ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സമൂഹത്തിലുള്ള നല്ല നല്ല ആൾക്കാർ, നമ്മുടെ ഈ സ്കൂളിനോട് സ്നേഹമുള്ള എല്ലാവരും ഈ സ്കൂളിലേക്ക് വന്ന് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത്. ഞാൻ ഈ സ്കൂളിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഈ വളരെ നല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ ഏറ്റവും നല്ല അധ്യാപകർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലെല്ലാം നമ്മളെ കുട്ടികളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. നാട്ടിലെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വളരെയധികം നമ്മുടെ നാട്ടിൻ്റെ സമ്പത്താണ് ഈ കുട്ടികൾ. ഈ കുട്ടികളിലൂടെയാണ് നമ്മൾ ഇനി നമ്മുടെ വക്കത്തെ ഗ്രാമം തന്നെ ഉയരത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഈ സ്കൂളിൽ സജീവമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൗണ്ട് അതിൻ്റെ ഒരു 55 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് ഈ ജൂണോടുകൂടി തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കും. സ്കൂളിലെ ഗ്രൗണ്ട് സ്കൂളും തമ്മിൽ വേർതിരിച്ച് അതിനകത്ത് പബ്ലിക്കിനും കൂടെ ഉപയോഗിക്കത്തക്ക തരത്തിലേക്ക് നമ്മൾ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പബ്ലിക്ക് സഹകരിക്കണം, സ്കൂളിനോടൊപ്പം സഹകരിക്കണം. അതുപോലെ 125ാം വാർഷികാഘോഷങ്ങളുടെ വളരെ വിപുലമായ രീതിയിൽ ഘോഷയാത്രയോടുകൂടി തന്നെ സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ്. പരമാവധി നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വൻ വിജയമാക്കി തരുന്ന നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ നമുക്ക് ജിംനേഷ്യം ഈ അടുത്ത കാലത്ത് അനുവദിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജിംനേഷ്യം ലഭിക്കുന്ന ഒരു മൾട്ടിപർപ്പസ് ജിംനേഷ്യം അത് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ നല്ല ആൾക്കാരെല്ലാം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ച് സ്കൂളിലേക്ക് വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കണം. ആ സ്കൂൾ നമ്മുടെ സരസ്വതി ക്ഷേത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ 125ാം വാർഷികാഘോഷത്തിൻ്റെ ഘോഷയാത്രയിലും മറ്റുള്ള ചടങ്ങുകളിലും എല്ലാം പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം പങ്കെടുത്ത് ഇതിനൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. 1900 ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായി മാറിയ ഒരു സ്കൂളാണ് നമ്മുടെ ഈ മുത്തശ്ശി വിദ്യാലയം. 125 വർഷം പഴക്കമുള്ള വിദ്യാലയങ്ങൾ കേരളത്തിൽ തന്നെ വളരെയേറെ വിരളമാണ്. അങ്ങനെയുള്ള ഈ ഒരു വിദ്യാലയത്തിൽ ഹെഡ് മിസ്ട്രസ്സായി എത്താൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെയേറെ പ്രശസ്തരായ ഒരുപാട് വ്യക്തികൾ ഈ സ്കൂളിൽ പഠിച്ച് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ PSC ചെയർമാൻ, SP, പൈലറ്റുമാർ, അങ്ങനെ പല പല മേഖലകളിലുള്ള ഉയർന്ന തലങ്ങളിലിരിക്കുന്ന പല ആളുകളും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ PTA, SMC, MPTA തുടങ്ങിയ എല്ലാ സംഘടനകളും സ്കൂളിനോട് ചേർന്ന് നിന്ന് സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നല്ലൊരു കോർഡിനേഷൻ ഇപ്പോൾ ഈ സ്കൂളിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ നമ്മുടെ ശാസ്ത്രമേളയിലും കലോത്സവത്തിലുമൊക്കെ നമുക്ക് വളരെ മികവാർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. കലോത്സവത്തിൽ നമ്മൾ ജില്ലയിൽ പോയ എല്ലാ ഐറ്റങ്ങളിലും നമുക്ക് A ഗ്രേഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ശാസ്ത്രമേളയിലും നമുക്ക് മികവാർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വർക്കല സബ് ജില്ലയിലെ സയൻസ് വിഭാഗങ്ങളിൽ 3ാം സ്ഥാനം കിട്ടിയ സ്കൂളായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ IT മേളയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ വർക്കല സബ് ജില്ലയിൽ 1ാം സ്ഥാനവും നമ്മുടെ സ്കൂളിനാണ്. അപ്പം മികവുറ്റ പല പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷം ഈ സ്കൂൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായി തുടർച്ചയായിട്ട് 100% വിജയം നേടുന്ന ഒരു സ്കൂളാണിത്. SSLCക്ക് കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളിൽ 75 കുട്ടികൾ എഴുതിയതിൽ 13 കുട്ടികൾക്കും ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ SPC, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ പല വിഭാഗങ്ങളും
ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള സ്കൂളിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ കുട്ടികളുടെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും എന്ന് നല്ല വിശ്വാസവുമുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാകാനായിട്ട് 100% ഞാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും എല്ലാ സ്റ്റാഫിനെയും നമ്മുടെ ഈ 125-ാം വാർഷികത്തിൻ്റെ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം വളരെ ആദരവോടെ സ്വാഗതം ചെയ്യും. 1900-ൽ പ്രജാസഭാ മെമ്പറായിരുന്ന ശ്രീ കൊച്ചുപപ്പു തരകൻ സംഭാവനയായി നൽകിയ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ 125 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു 125 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കേരളത്തിലെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 17-ാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ ക്യാമ്പസിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തു. സിമ്പോസിയങ്ങൾ, രക്തദാന ക്യാമ്പ്, അതേപോലെ തന്നെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ക്യാമ്പസിൽ നടത്തി. നമ്മുടെ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് SSLCക്ക് 100% വിജയം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി നിരവധി കുട്ടികൾക്ക് ഫുൾ A+ ഉൾപ്പെടെ PHSCക്കും അതേപോലെ മികച്ച വിജയം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ ചുരുങ്ങിയ സ്കൂളുകളിൽ മാത്രം, അതായത് കേരളത്തിൽ മൊത്തം 220 സ്കൂളുകളിൽ, അതിൽ തിരുവനന്തപുരം ജില്ലയിലെ 26 സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കിയ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു തൊഴിൽ നൈപുണ്യ കോഴ്സ് വക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിക്കപ്പെട്ടു. അപ്പോൾ അത് അവധി ദിവസങ്ങളിലാണ്, അതായത് ശനി ഞായർ ദിവസങ്ങളിലും വെക്കേഷനിലും മാത്രമാണ് ആ ഒരു കോഴ്സ് നമ്മുടെ ക്യാമ്പസിൽ നടത്തി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാമ്പസിലുള്ള കുട്ടികൾക്കും വെളിയിലുള്ള, അതായത് കോളേജുകളിൽ ഡിഗ്രി കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കും ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാം. അങ്ങനെ ഇവിടെ നിരവധി കുട്ടികൾ വെളിയിലുള്ള കോളേജുകളിൽ ബിരുദതലം പൂർത്തിയാക്കിയ ഒരുപാട് വിദ്യാർത്ഥികൾ അവർ ഇവിടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അവരുടെ കോഴ്സ് ഏകദേശം ഈ ഒരു വർഷം അടുത്ത മാസം എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വളരെ മികച്ച ആ ഒരു കോഴ്സിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും വരും വർഷങ്ങളിലും ജോയിൻ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം, നമ്മുടെ പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ സുഭാഷ് സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മുടെ സ്കൂളിൽ ഒരു മൾട്ടി ജിംനേഷ്യം, അതും വളരെ ചുരുങ്ങിയ സ്കൂളുകളിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ 26 സ്കൂളുകളിൽ മാത്രമാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ 26 സ്കൂളുകൾ, അതേപോലെ ഓൾ കേരള. അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ സ്കൂളുകളിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു മൾട്ടി ജിംനേഷ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ ജിംനേഷ്യത്തിൽ കുട്ടികൾ അവരുടെ പരിശീലനം പരിപാടികൾ അത് എല്ലാ ആഴ്ചയിലും നമ്മളത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മുടെ സ്കൂളിൽ ഒരു 2 നില കെട്ടിടം, അത് 1.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉള്ള 2 നില കെട്ടിടം, ഹയർ സെക്കൻഡറിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടുള്ള 2 നില കെട്ടിടം, അതിൻ്റെ പണി 95% പണി പൂർത്തിയായി. അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഈ ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലാബ് ബിൽഡിംഗ്, 1.5 കോടിയുടെ ലാബ് ബിൽഡിങ്ങും അതും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും വക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുരോഗതിയുടെ പടവുകൾ ഇങ്ങനെ ചവിട്ടുപടികൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ നടക്കുന്ന ഈ ഒരു 125-ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് എല്ലാ നാട്ടുകാരുടെയും പ്രസൻസ്, നമ്മൾ സഹകരണങ്ങൾ, സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഒരു സ്കൂള് 125 വർഷം ആഘോഷിക്കുക അല്ലെങ്കിൽ കാലയളവിൽ നിലനിൽക്കുക എന്നത് ഒരു ചെറിയ കാലയളവല്ല. കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടി മനുഷ്യർ ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശംസയോടും അനുഗ്രഹത്തോടും തുടങ്ങിയ ഒരു സ്കൂളാണിത്. അപ്പോൾ നമ്മുടെ VHSC സെക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ VHSCയിൽ അഗ്രികൾച്ചറിൻ്റെ കോഴ്സുകളാണുള്ളത്. അഗ്രികൾച്ചറിൽ നമ്മൾ ഓർണമെൻ്റൽ ഗാർഡനിങ്ങും ഒക്കെയാണ്. അവിടെ നമ്മൾ കുട്ടികൾക്ക് സ്വന്തമായി സംരംഭം തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം സാധ്യതകളുള്ള ഒരു കാര്യമാണ് ഈ ഓർണമെൻ്റൽ ഗാർഡനിങ്. സ്വന്തമായിട്ട് അതിനൊക്കെ നല്ല പ്രോത്സാഹനം നൽകുന്ന പ്രോഗ്രാമുകളും ക്ലാസ്സുകളും ഒക്കെയുള്ള
ഒരു കോഴ്സ് 2 കോഴ്സുകളാണ് VHSCയിലുള്ളത്. അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഈ ആഘോഷത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. അതിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതികമായ സാഹചര്യത്തിൻ്റെ വേണ്ടി ബഹുമാനിയായ MLA OS അംബികയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 3 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു ഹയർ സെക്കൻഡറി കെട്ടിടം അതിൻ്റെ പണിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൂടി വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് സുഗമമായ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സ്കൂളിൽ ആയിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഇതിനാൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം SPC നല്ലൊരു SPC യൂണിറ്റാണ് നമ്മുടെ വക്കം സ്കൂളിനുള്ളത്. വർക്കല സബ് ജില്ലയുടെ 13 സ്കൂളുകൾ പങ്കെടുത്ത ഒരു SPC പാസിംഗ് ഔട്ട് പരേഡ് നമ്മുടെ സ്കൂളിൽ ഈ വർഷം നടന്നു എന്നുള്ളത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. അതിൽ സല്യൂട്ട് സ്വീകരിച്ചത് നമ്മുടെ DGP മനോജ് എബ്രഹാം അവർകളാണ് സല്യൂട്ട് സ്വീകരിക്കാനിടയായി തീർന്നത്. ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ, വിവിധ പ്രോഗ്രാമുകളിലൂടെ ഈ സ്കൂളിൻ്റെ പുരോഗമനത്തിന് വേണ്ടി യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ PTA-യും സഹപ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ സ്കൂളിന് ഉയരങ്ങളിലെത്തിക്കാൻ കായികപരമായി, കലാപരമായി, അതുപോലെ തന്നെ മറ്റ് വിവിധ തരങ്ങളിൽ നമ്മുടെ ഈ നിർധനരായ ഈ നാട്ടിലെ ഇത്രയും പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതുവരെ പ്രയത്നിച്ച നല്ലവരായ നാട്ടുകാർ, അഭ്യുദകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ അടക്കമുള്ള സാംസ്കാരിക നായകന്മാർ, ജനപ്രതിനിധികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും ഈ സ്കൂളിന് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും ഈ സ്കൂളിനോടുള്ള സ്നേഹവും സൗഹാർദ്ദതയും ഈ സ്കൂളിനോടുള്ള ബന്ധത്തിൽ വേണം. എന്നാൽ മാത്രമേ വീണ്ടും ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുകയുള്ളൂ എന്നുള്ളതും കൂടി അറിയിക്കട്ടെ. എല്ലാവരുടെ സഹായ സഹകരണങ്ങളും തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടായാൽ ഈ സ്കൂള് നല്ല നിലയിൽ വീണ്ടും മുന്നോട്ട് പോകാൻ ഇടയായിത്തീരും. ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ, ഇതിനേക്കാൾ നല്ല നിലയിൽ ഈ സ്കൂൾ ഉയരണമെങ്കിൽ നല്ലവരായ നാട്ടുകാരുടെയും ഈ സമൂഹത്തിൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അക്ബർ ഷാ എന്നാണ്. ഞാൻ വക്കം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SMCയുടെ ചെയർമാനാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ഇപ്പോൾ ഏകദേശം 900-നും 1000-നും ഇടയ്ക്ക് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ബിൽഡിങ്ങുകളും പുതിയ നൂതന സമ്പ്രദായങ്ങളും ഉള്ള വിദ്യാഭ്യാസ രീതികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നൈപുണി വിദ്യാകേന്ദ്രം, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സർക്കാർ അവധി ദിവസങ്ങളിലും ഫ്രീ ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 1964 ഇവിടുത്തെ ആദ്യത്തെ SSLC ബാച്ച് തുടങ്ങുന്നത്. ആദ്യം LP സ്കൂളായിരുന്നു, പിന്നീട് UP സ്കൂളായി, പിന്നീട് SSLC 10ാം ക്ലാസ് വരെയുള്ള സ്കൂളായി. അത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വന്ന് ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും വന്നു. അങ്ങനെ വക്കത്ത് ഏകദേശം ഒരുപാട് വർഷക്കാലമായി ഫുൾ എ പ്ലസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. വക്കത്തുള്ള ഇപ്പോൾ 100ാം വർഷം ആഘോഷിച്ചു. ഇപ്പോൾ 125ാം വർഷം ആഘോഷിക്കുകയാണ്. ഇനി 150ാം വർഷത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്നറിയത്തില്ല. പക്ഷേ ഈ പുതു തലമുറയ്ക്ക് ഇതെല്ലാം വളരെ ഊർജ്ജത പകരുന്നതാണ്. അപ്പോൾ വക്കത്തുള്ള എല്ലാ രക്ഷകർത്താക്കളും ഈ സ്കൂളിൽ പഠിച്ച ഞാനുൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും വളരെയധികം സഹകരണമാണ് ഈ സ്കൂളിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവറുകളെ കൊണ്ടുവന്ന് 125ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 1 വർഷം നീണ്ടുനിന്ന പരിപാടികളാണ് ഇവിടെ നടന്നത്. സെമിനാറുകൾ, ലഹരി വിരുദ്ധ ക്യാമ്പുകൾ, സ്കൂൾ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ തരം പരിപാടികൾ. ഇതിനു മുമ്പ് ഇവിടെ SPC പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. അതിൽ ഏകദേശം 5000-ഓളം പേർ പങ്കെടുത്തു. ബഹുമാന്യനായ DGP മനോജ് എബ്രഹാം സാറാണ് ആ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ 125ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനമാണ് നടക്കുന്നത്. അത് 8ാം തീയതി ബഹുമാനപ്പെട്ട ശിവഗിരിയുടെ അധിപൻ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ആറ്റിങ്ങൽ MLA വരുന്നുണ്ട്, അടൂർ പ്രകാശ് MP വരുന്നുണ്ട്,
ജോർജ് ഓണക്കൂർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ രംഗത്തുള്ളവരും മറ്റുള്ള പ്രതിഭകളും ഈ സ്കൂളിൽ എത്തുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച് പ്രഗത്ഭരായ അനേകം വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ആദ്യത്തെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും 8ഉം 9ഉം തീയതികളിൽ നടക്കുന്ന സ്കൂളിൻ്റെ 125ാം വാർഷിക സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് മുന്നോടിയായി 3 മണിക്ക് 2:30-3 മണിക്ക് നിലയ്ക്കാമുക്കിൽ നിന്നും വക്കം സ്കൂൾ വരെ ഒരു സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നുണ്ട്. അതിൽ വിവിധ കലാരൂപങ്ങളുണ്ട്. ആ ഘോഷയാത്രയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.